തേനീച്ചകൾ എത്ര മുള്ളു നിറഞ്ഞ ചെടിയിൽ നിന്നും തേൻ മാത്രം നുകർന്ന് അവരങ്ങനെ പറന്നുപോകും. എന്നാൽ ഈച്ചകൾ മലിനമായ ജലത്തിലും മലിനമായ ഭക്ഷണത്തിലും ചപ്പുചവറിലുമൊക്കെ പാറി നടക്കും. മുട്ടയായി, പുഴുവായി, ഈച്ചയായി അവർ വളർന്നു പോകുമ്പോൾ ഇരുന്ന സ്ഥലം പോലും അവർ കാർന്നു തിന്നിട്ടുണ്ടായിരിക്കും. ഇതുപോലെയാണ് ചില മനുഷ്യർ. നല്ല ആളുകളെ ചുറ്റിപ്പറ്റി ഒരുപാട് ഈച്ചകൾ ഉണ്ടായിരിക്കും. അവർ നല്ല ആളുകളെ വളരാൻ അനുവദിക്കില്ല. അവർ കുറച്ചു മാത്രം കേൾക്കും, ബാക്കിയൊക്കെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ചില ന്യൂസ് ചാനൽസ് ഉണ്ട്. അവർ നെഗറ്റീവായ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായി കാണാം. അവർ നെഗറ്റീവായ കാര്യം റിപ്പീറ്റായി പറഞ്ഞ് അലറി വിളിച്ച് നുണകൾ ഉറക്കെ പറഞ്ഞ് അതിൽ ഡിബേറ്റ്സ് ഒക്കെ വെച്ച് ഒരു നെഗറ്റീവായ തരംഗത്തെ സൃഷ്ടിക്കും. അത് നമ്മുടെ ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഹൃദയസ്പന്ദനങ്ങളിലേക്ക് തള്ളിവിടും. ഇത്തരത്തിൽ ചില ആളുകളുണ്ട്. ഫോൺ ചെയ്തു കഴിഞ്ഞാൽ അവർ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരു കാര്യത്തിലും ഒരു സംതൃപ്തിയോ സമാധാനമോ ഉണ്ടാവില്ല. ദാമ്പത്യത്തിലോ അല്ലെങ്കിൽ മക്കളെ കുറിച്ചോ ഒന്നും അവർക്കൊരു സന്തോഷമുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കാൻ പഠിക്കണം. തേനീച്ച പോലെ ജീവിക്കാൻ പഠിക്കണം. അതായത് അവരുടെ നെഗറ്റീവായ കാര്യം നിങ്ങൾ മൂളിക്കേൾക്കുമ്പോൾ അവരുടെ നെഗറ്റീവായ കാര്യങ്ങൾക്ക് നിങ്ങൾ താളം പിടിക്കുന്നത് പോലെയാണ്. അത് നിങ്ങളിലേക്കും ആ നെഗറ്റിവിറ്റി പടർന്നു വരും. അതുകൊണ്ട് തേനീച്ചയെ പോലെ ജീവിക്കാൻ പഠിക്കണം, ഈച്ചകളിൽ നിന്ന് മാറി നിൽക്കാനും. ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്കിടയിലുണ്ടോ എങ്കിൽ ഇവിടെ കമന്റ് ചെയ്യൂ.